നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ട്. ഞാനല്ല ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കിക്കാം എന്ന് നോക്കാം. അല്ലേ ഏട്ടാ? നോക്കാം. ഏതൊക്കെ ഒരു വൈപ്പുണ്ട്, നമുക്കൊന്നും വയ്ക്കാൻ അറിഞ്ഞൂടാ. അതങ്ങ് തിരുത്തി കൊടുക്കാം. എല്ലാ ഭാര്യമാർക്കും ഉള്ള പോലെ എന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ അടുക്കളയിൽ കയറുന്നിട്ടെന്നുള്ള പരാതി. എന്റെ സ്റ്റൈലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കേട്ടോ, എന്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്റെ സ്റ്റൈൽ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ പഠിപ്പിക്കും. ബിരിയാണി അവസാനം ബിരിയാണി തിന്നാൻ കിട്ടുമോ? അത് കിട്ടും. അത് മതി. നമുക്ക് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന. അതെ, പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ നല്ലോണം കുക്കിംഗ് ഒക്കെ ചെയ്യും. ബിരിയാണി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാം. സാധാരണ എല്ലാരും ചമ്മന്തിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചമ്മന്തി ഞാൻ സൂപ്പറായിട്ട് അരയ്ക്കും. ബിരിയാണി വെക്കാൻ അറിഞ്ഞൂടാ, അത്രേ ഉള്ളൂ. ബിരിയാണി നമുക്ക് വയ്ക്കും. ഇപ്പൊ തുടങ്ങാം. അതിന് ഐശ്വര്യമായിട്ട് ഗ്യാസ് കത്തിക്കും. ഗ്യാസ് കത്തിക്കും. അത് പറഞ്ഞു തരണോ? പറഞ്ഞുതരണ്ട. ഓ, നെയ്യ് ഒഴിച്ചോ? നെയ്യ് ഏതാന്ന് പറയണ്ടല്ലോ അല്ലേ? നെയ്യ് എനിക്കറിയാം. നമ്മുടെ RKG നെയ്യ് 1 സ്പൂൺ. 2 സ്പൂൺ കേട്ടോ. 2 സ്പൂൺ. ഓയിൽ ഒഴിച്ചു. ഓയില് ഇങ്ങനെ കുറച്ച് മതി കേട്ടോ. 2 സ്പൂൺ ഓയിൽ മതി. 2 സ്പൂൺ മതി. അപ്പൊ ഇങ്ങനെ മതി. നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഇല്ലാത്ത ഹെൽത്തി ലൈഫാണ് വേണ്ടത്. മതി മതി മതി. എന്ത് ഓയിലാണ് നമ്മൾ ഒഴിച്ചത്? നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ അതിലേക്ക് ഇട്ടോ മുഴുവനായിട്ട്. മതി 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 മതി. ഇളക്കിക്കോളെ. വെളുത്തുള്ളി തൊലിയോട് കൂടിയത്. എന്നിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇളക്കിക്കോ. അല്ലല്ല, തണ്ട് ഇതാക്കിട്ടോ, ഇലയായിട്ട് ഇട്ടോ. ഇളക്കിക്കോ. കപ്പിനനുസരിച്ച് അതങ്ങ് ഇട്ടോ. ഇടുക. അത് ഇളക്കണം. ഒന്ന് കഴുകി അരിയാണ്. കഴുകിയത് ഓർമ്മയില്ലേ? അതെ, ഇളക്കിക്കോ. നന്നായിട്ട് ഇളക്കുക. എന്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചതല്ല. ഇതിപ്പം 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആട്ടോ എടുത്തത്. വെള്ളം ഒഴിച്ചോ. ഒഴിച്ചു. ഇതിപ്പോ 6 ഗ്ലാസ്, 3 കപ്പ് അരിയല്ലേ നമ്മൾ എടുത്തേ. അപ്പൊ 1 കപ്പിന് 2 ഗ്ലാസ് വെള്ളം. ഒഴിച്ചു. ഇത് ഇളക്കിക്കോ. ഇച്ചിരി കൂടെ ഇട്ടോ. നമ്മൾ ഇടും. അത് മതി മതി മതി. ഒന്ന് ഇളക്കി വെച്ചേ. ഉപ്പ് കറികളില് ഉപ്പ് കുറയ്ക്കാനും ഐഡിയ ഉണ്ട്. അല്ല, കറിയാണെങ്കിൽ ഞാനത് മെൻഷൻ ചെയ്തായിരുന്നു. ഇതെന്തിനാന്നറിയാവോ? നമ്മുടെ ഈ അരി ഉണ്ടല്ലോ, അരി ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കും. ആ കട്ട പിടിക്കുന്നത് മാറാൻ വേണ്ടിട്ട് നമ്മൾ ഇച്ചിരി ഓയില് മേളിൽ കൂടി ഒഴിച്ചു കൊടുക്കും. മതി മതി മതി. ഇനി നമുക്ക് മൂടി വെക്കാം. അപ്പൊ അരി ഒന്നില് വേവുന്നുണ്ട്. അപ്പൊ അതായിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ചിക്കൻ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നേ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ആദ്യം നമ്മള് ആദ്യത്തെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം തീ ഓണാക്കും. ഈ ഓണാക്കാൻ പഠിപ്പിക്കണമെന്നല്ല, നിനക്ക് ഓണാക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. വെള്ളമില്ല എന്ന് മനസ്സിലാവുമ്പോ അല്പം എണ്ണ എടുത്തതിലേക്ക് ഒഴിക്കുക. മൊത്തം ഒഴിക്കും കേട്ടോ. ആ ഒഴിക്കുന്നതിന്റെ കല കണ്ടോ? അതെ. നമുക്കിനി ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം.
ഡീപ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു ടിപ്പും കൂടെ ഉണ്ട്. ഒരു ടിപ്പും കൂടെ ഉണ്ട്. നമുക്ക് ഈ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ആദ്യം ഇച്ചിരി കറിവേപ്പില ഇട്ടാ നല്ലതാ. ഞാൻ വിട്ടോളാം ഇനി. കറിവേപ്പില എങ്ങനെയാണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇടുക. ആദ്യം ഇതാർക്കും തരത്തില്ല, ഇത് എനിക്കുള്ളതാണ്. ചിക്കനിൽ നമ്മള് ചിക്കൻ പൊടി, ചിക്കൻ മസാല ഇല്ലേ, ചിക്കൻ മസാല ഇട്ടു. പിന്നെ ഇതൊക്കെ ഇട്ടെ, മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഗരം മസാലയാണ്. എന്നുവെച്ചാൽ പട്ട, ഗ്രാമ്പു, കുരുമുളക് പൊടി, പിന്നെ എന്താണ് പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ പൊടിച്ചു വെച്ച പൊടി, അതെല്ലാം കൂടെ, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റും, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടാണ്. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇതിന് വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടെ. കണ്ണു വീഴും. അപ്പൊ എന്ത് ചെയ്യണം, ഒന്ന് തട്ടി. ഓ എന്റെ ദൈവമേ, നമ്മളിങ്ങനെ അടച്ചു വെച്ചു. ഈ അരിയുടെ വേവെന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? വേവ് എങ്ങനെയാണെന്നറിയാവോ? എനിക്കറിയാം. അരിയുടെ വേവ് വെള്ളം പറ്റുന്ന വരെ നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഒന്നുകൂടെ ചോദിക്കണം, എന്തോ പ്രിൻസിപ്പാളാ അഷ്കും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ? ചിക്കൻ നമ്മൾ എന്ത് വേണം? ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം. ചിക്കനെ തിരിച്ചിടണം. ഓ, അരി ഒന്ന് ഇളക്കിയിടണം. അതിന്റെ ഇടയ്ക്ക് എന്തും കൂടി നോക്കണം, ഉപ്പ് കറക്റ്റ് ആണോ നോക്കണം. ഇപ്പൊ വെള്ളം എല്ലാം വറ്റിയപ്പം കറക്റ്റ് ആയിട്ട് ഉപ്പിന്റെ ഇതിപ്പോ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ചിക്കൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഓഫ് ചെയ്തു, പുതിയ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കണം. പക്ഷെ നമുക്ക് ആ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഈ എണ്ണയിലാണ് നമ്മൾ ഇനി എന്തുണ്ടാക്കാൻ പോകുന്നത്, മസാല ഉണ്ടാക്കാൻ പോകുന്നത്. സെയിം എണ്ണയിൽ നല്ല മണവും ഉണ്ടാവും അല്ലേ? അത് നന്നായിട്ട് വീടും വഴണ്ട് ബ്രൗൺ കളറായിട്ട് മാറും. ഇനി നമ്മൾ എന്താ ഇടുന്നറിയോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. ഒരു സ്പൂണ് മതി, കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് അധികം എരിവ് വേണ്ട. ഒരു ഹാഫ് മതി. പിന്നെ ഗരം മസാല പൊടി നേരത്തെ പറഞ്ഞത് ഒരു സ്പൂൺ. ഇത് 3 തക്കാളിയാണ്. നമ്മളൊരു 5 മിനിറ്റോളം വഴറ്റി എടുത്തിട്ട് അല്ലേ? ഉപ്പ് നോക്കണം. അപ്പൊ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ട് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇനി കോഴിക്കോടൻ ബിരിയാണിയുടെ രുചി മാറിപ്പോണ്ട. കോഴിക്കോടൻ ബിരിയാണി എന്ന് പറയുന്നത് 5 ദിവസം
ചൂടാണ്. അതല്ല ഞാനും പറഞ്ഞത്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുക അല്ലേ? 1 by 1. ചിക്കൻ നോവരുത്. ഒന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് വേണമെങ്കിൽ മൂടി വെച്ചേക്കാം കുറച്ചു നേരം. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് 1 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചു. അതെ, ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. വേണ്ട, അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ദമ്മിടാം. നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നെയ്യില് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിന്റെ മുകളിൽ നമ്മൾ ഉള്ളി ഇങ്ങനെ വറുത്തിട്ടിട്ട് കിട്ടില്ലേ, നെയ്യ് ഒഴിക്കാം. 1 സ്പൂൺ 2 സ്പൂൺ വെച്ചു. നെയ്യ് ഒഴിച്ചു. അതിനകത്ത് നമ്മള് ഉള്ളി ഇടാം. കുറച്ചുള്ളി. ഇതിപ്പോ ഈ ഉള്ളിയും കിസ്മിസും എല്ലാം കൂടെ നമ്മൾ അതിന്റെ മുകളിലൂടെ വിതറാനുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മള് 2 പാത്രത്തിൽ എല്ലാം ഉണ്ടാക്കി തീർന്നു. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഉള്ളി വരട്ടെ ഒരു പാത്രം എടുക്കും, ചിക്കൻ പൊരിക്കാൻ ഒരു പാത്രം, ചോറ് ഒരു പാത്രം, അല്ലേ? ഒരുപാട് പാത്രങ്ങൾ എടുക്കും. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഏട്ടൻ കുക്ക് ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, പാത്രം കഴുകി തരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതില്ല, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൂടെ പറയുമായിരുന്നെങ്കിൽ ഞാൻ 5-6 പാത്രം കൂടി എടുത്തേനെ. വേറെ ബിരിയാണി ഉണ്ടാക്കാൻ എന്തായാലും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഏതാണ്ട് നോക്കി നല്ല കളറൊക്കെ ആയി സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഇടാം. എന്തൊക്കെ ഇലയാ? പുതിനയിലയും മല്ലിയിലയും. കുറച്ചിട്ടാ മതി കേട്ടോ, പകുതി ഇട്ടാ മതി. പകുതി എടുക്കുക, വിതറുക. അതെ, ഇളക്കി യോജിപ്പിക്കുക. മതി. മിക്സ് ചെയ്യുമ്പോ നമ്മള് ചെയ്യേണ്ട കാര്യം എന്താ, ചിക്കൻ ഉടഞ്ഞു പോകരുത്. നേരത്തെ പറഞ്ഞല്ലോ. മതി. അപ്പൊ നമ്മള് ഉള്ളി വഴറ്റിയത് മാറ്റി വെച്ചു. ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പ്. അതുപോലെ നമ്മള് ഉള്ളി വഴറ്റിയ പോലെ തന്നെ കളറ് ജസ്റ്റ് ചേഞ്ച് ആവുന്ന വരെ ഇളക്കുക. അപ്പൊ അണ്ടിപ്പരിപ്പ് എടുത്ത് മാറ്റി. ഇനി നമുക്ക് മുന്തിരി. അത് പക്ഷെ ഒരുപാടാവണ്ട, ജസ്റ്റ് ഇങ്ങനെ വീർത്ത് വരും. അന്നേരം മാറ്റാം കേട്ടോ, ഓഫ് ചെയ്യാം തൽക്കാലം. അപ്പൊ ആ ചൂടിൽ അങ്ങ് ആയിക്കോളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് വെച്ചിരുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് അച്ചോറിടാം. കുറച്ച് മതി. അത് കഴിഞ്ഞ് നമുക്കതിന് മുകളിൽ കൂടെ കുറച്ച് ഉള്ളി, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വിതറിയിടാം. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നമുക്ക് മുകളിലിടേണ്ടതാണല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ, പുതിനയിലയും മല്ലിയിലയും കുറച്ചത് ഇടാം. എല്ലാം പകുതി മതി, കുറച്ച് മാത്രം മൊത്തത്തിൽ വിതറിയിട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കിയ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല മൊത്തത്തിൽ കുറച്ചൊന്ന് വിതറിയിടാം. എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കണം, വിതറിയിടാം. അതെന്ന് പറയുന്നത് പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ. വേറെ പുറത്തുനിന്നുള്ള കളറുകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി പാലിനകത്ത് കലക്കിയിട്ട് കളറിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ എല്ലാം മസാല അടക്കം നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ അതിങ്ങനെ വിതറിയേക്കാം. മൊത്തത്തിൽ നിറഞ്ഞിരിക്കണം, അത് മൊത്തത്തിലിടാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു.
അപ്പൊ നമ്മള് ചിക്കൻ മൊത്തം കഴിഞ്ഞു. അടുത്തത് പറയും. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് നമ്മൾ ഒരുപാട് ലെയർ ആക്കാതെ. ഓക്കെ, അപ്പൊ ഫുള്ളായിട്ട് ഇടുവാണ് അല്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നോ താഴത്തെ, അതേപോലെ ആദ്യം ഉള്ളി ഫുള്ളായിട്ട് ഇടാല്ലോ അല്ലേ? ഓക്കെ, ഇനി ഒന്നിന് ആവശ്യമില്ല. ഉള്ളി ഇട്ട് കഴിഞ്ഞു. കാഷ്യൂ നട്ട്സ് ഇടുന്നു. ഓക്കെ, മുന്തിരി വിതറി. നമ്മള് മല്ലിയില പുതിനയില വിതറുന്നു. ഗരം മസാല. ഓക്കെ ഓക്കെ, നമ്മുടെ കളർ അല്ലേ? ബേസിക്കലി കളറാണ്. ഇതിന്റെ മുകളിൽ നെയ്യ് ഒഴിക്കണം. അപ്പൊ നെയ്യ് ഓക്കെ. അപ്പൊ മൈദാമാവ് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്നത് എടുക്കുക, മുകളിലേക്ക് ഒട്ടിക്കുന്നു അല്ലേ? ഇങ്ങനെ. അപ്പൊ പറഞ്ഞ പോലെ മൈദാമാവൊക്കെ വെച്ചിട്ട് വച്ച് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? അപ്പൊ ഇനി നമ്മള് കാത്തിരുന്ന ചിക്കൻ ദം അഞ്ജൂസ് ബിരിയാണി പ്രിപ്പയർഡ് ബൈ അതുൽ അല്ലേ? നമ്മള് പൊട്ടിക്കുമല്ലേ? നമുക്ക് ഇങ്ങനെ തുറന്നാ മതിയല്ലോ അല്ലേ? സൂപ്പർ മണം. രുചിയും കൂടെ ഉണ്ടായാ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം മുകളിലുള്ള ചോറുണ്ടല്ലോ, അത് നമുക്ക് ഇതിങ്ങനെ കുഴക്കണോ? അല്ലെങ്കിൽ അങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്തിട്ട് കുഴച്ചാലും മതി. സൂപ്പർ മണം. ഓക്കെ. ഓ, അപ്പൊ ഇത് മസാല ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ആവശ്യാനുസരണം ഓരോ പീസുകൾ എടുക്കുക, കഴിക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി. ഇത് എന്റെ പീസ്, ഞാൻ പറഞ്ഞ പോലെ ആർക്കും തരത്തില്ല. ഒരു കാലം കൂടി ഉണ്ടല്ലോ. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വെച്ച ബിരിയാണി പറയാൻ പോവായിരുന്നു. മുട്ട ഒരു ഐശ്വര്യം. ഇനി കുറച്ച് അച്ചാറ്, സാലഡ്. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഇപ്പൊ കഴിച്ചിട്ട് അടിപൊളി എന്ന് പറയൂല്ലേ? എന്തായാലും വേറൊരു കാര്യമുണ്ട്, എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഒരു കുഴപ്പവും പറയില്ല, ഒരു കുറ്റവും പറയില്ല. ഇന്നാണോ? കഴിക്കും. എന്നെ പോലെ അല്ല. ഇവിടെ ഇത്രയും നാൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും രുചിയായിട്ടുള്ള ഒരു ബിരിയാണി കൈപുണ്യം കൂടെ ഉണ്ട്. കാരണം ഇത് ആരെ കൈ ഇന്ന് വന്നത്? ആ മുട്ടയൊക്കെ കൂട്ടി എല്ലാരും പോയി ട്രൈ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അതാണല്ലോ മോട്ടീവ്. നമുക്ക് ഭർത്താക്കന്മാരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ മുൻകൈ എടുത്തിട്ട് ചെയ്തത്. നമുക്ക് ഓരോ ട്രിക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചെടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത കുക്കിങ്ങില് അടുത്തൊരു പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് വരാം. പഠിപ്പിക്കാനായിട്ട് ഞാൻ